ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ വലിയ മലയാളം സിനിമയാണല്ലോ ടർബോ. മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത മെഗാ മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമ അങ്ങനെ തിയേറ്ററുകളിലെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ടർബോ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യ ദിവസം തന്നെ അറിഞ്ഞിരിക്കുമല്ലോ. എന്തായാലും സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും ഒപ്പം തന്നെ സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്ന വോയിസ് ഓവർ ആരുടേതെന്ന് തുടങ്ങിയ റിപ്പോർട്ടുകളൊന്നും തന്നെ മറ്റ് ചാനലുകളെല്ലാം തന്നെ ആദ്യ ദിവസങ്ങളിൽ പുറത്തുവിട്ടിട്ടും നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നില്ല. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലെ റിപ്പോർട്ട് അത് തന്നെയാണ്. ടർബോ എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരുന്നു എന്നൊരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് സിനിമയുടെ ആദ്യ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഒട്ടനേകം താരങ്ങൾ അന്യഭാഷയിൽ നിന്നും ഭാഗമായ സിനിമയിൽ വോയിസ് ഓവർ ഭാഗമായിട്ട് വിജയ് സേതുപതി കൂടി എത്തുന്ന ഒരു കാഴ്ചയാണല്ലോ ടർബോ ക്ലൈമാക്സിൽ നമുക്ക് കാണാനായിട്ട് കിട്ടിയത്. ടർബോയ്ക്ക് രണ്ടാം ഭാഗം സംഭവിക്കുകയാണെങ്കിൽ വിജയ് സേതുപതി കൂടി ആ സിനിമയിൽ ഭാഗമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ടർബോ ജോസിന്റെ എതിരാളിയായിട്ട് വിജയ് സേതുപതി എത്തുമ്പോൾ രണ്ടാം ഭാഗം കുറച്ചുകൂടി ആവേശകരമായിരിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെ വേണ്ട. മാസങ്ങൾക്ക് മുന്നേ ടർബോ എന്ന സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ടർബോ എന്ന സിനിമയിൽ ആവേശഭരിതനായിട്ട് 500 കോടിയെല്ലാം തന്നെ സിനിമ നേടും എന്നൊക്കെ കമ്മ്യൂണിറ്റി ടാബിലൂടെ പ്രേക്ഷകർ അറിയിച്ചിരുന്നു. പക്ഷേ ടർബോ എന്ന സിനിമയുടെ കളക്ഷൻ നിങ്ങൾക്കെല്ലാം തന്നെ അറിയാമല്ലോ. 500 കോടി രൂപ പോയിട്ട് 100 കോടി രൂപ പോലും സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ രണ്ടാം ഭാഗത്തിൽ ടർബോ എന്ന സിനിമയിലൂടെ 500 കോടി നേടിയെടുക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം രണ്ടാം ഭാഗം സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിജയ് സേതുപതി ഭാഗമാകുകയാണെങ്കിൽ, കൂടാതെ മറ്റ് അന്യഭാഷ താരങ്ങൾ കൂടി ഭാഗമാകുകയാണെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ റീച്ച് തന്നെ ടർബോ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യ ഭാഗത്തിന് നേടിയെടുക്കാനാവാതെ പോയ മമ്മൂക്കിയുടെ ഒരു മെഗാ ബോക്സ് ഓഫീസ് പവറും 500 കോടി കളക്ഷൻ എല്ലാം തന്നെ രണ്ടാം ഭാഗത്തിന് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തലുകൾ എന്താണ്? ടർബോയ്ക്കൊപ്പം ക്ലാഷ് റിലീസായിട്ട് എത്തിയ സിനിമയാണല്ലോ തലവൻ. തലവൻ എന്ന സിനിമയ്ക്കും രണ്ടാം ഭാഗം സൂചനകൾ നൽകിക്കൊണ്ടാണല്ലോ സിനിമയുടെ ആദ്യ ഭാഗം അവസാനിക്കുന്നത്. ഇപ്പോഴത്തെ തലവന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് തലവൻ എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉറപ്പായിട്ടും വരുമെന്ന് തന്നെയാണ്. ബിജു മേനോൻ, ആസിഫ് അലി തുടങ്ങിയവർ പ്രധാന റോളുകളിൽ എത്തിച്ച് ജിസ്റ്റോയ് സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് തലവൻ. തലവന്റെ രണ്ടാം ഭാഗത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനവും അധികം വൈകാതെ സിനിമയുടെ OTT റിലീസിന് മുന്നോടിയായി അതല്ലെങ്കിൽ OTT റിലീസിന് ശേഷം ഉണ്ടാകുമെന്നാണ് നിർമ്മാതാവിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചന. അപ്പോൾ തലവന്റെ രണ്ടാം ഭാഗവും ഉടനെ സംഭവിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം തലവൻ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.